ഞാൻ ഇനിയും പറയുന്നൊരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് കലാകാരന്മാര് നമുക്ക് ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉല്ലാസ് പന്തളം. സൗഹൃദമായിരുന്നു. അയ്യോ, നല്ല നല്ല കൂട്ടം ഉല്ലാസേട്ടൻ്റെ. ഞാൻ ഈ കോമഡി മ്യൂസിലൊക്കെ വരുമ്പോഴൊക്കെ തന്നെ അറിയാതെ തന്നെ ഞാൻ കോമഡി സ്റ്റാറിൽ ആദ്യമായിട്ട് ചെയ്യണ ഉല്ലാസേട്ടൻ വിളിച്ചിട്ടാണ്. കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റിനൊരു പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അതിന് പകരക്കാരനായിട്ട് എന്നെ വിളിച്ചിട്ട് ആണ് ഞാൻ ഉല്ലാസേട്ടൻ്റെ സ്കിറ്റിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അസാധ്യ കലാകാരനല്ല, അസാധ്യ കലാകാരൻ എന്ന് വെച്ചാൽ നല്ല കലാകാരനാണ്. പക്ഷേ ഒരു നിമിഷം മതിയെന്ന വലിയ തിരിച്ചറിവ് അതൊക്കെ. ഞാനോ ബിൽബിനോ എല്ലാവരും അഹങ്കരിക്കാനൊന്നും. പിന്നെ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഡ്യൂട്ടി സമയം എന്ന് വെച്ചാൽ ഒന്നിനൊരു നിഷ്ഠയില്ലാത്ത ജീവിതം. ഞാൻ എപ്പോഴും എൻ്റെ ജോലിയെ കാണുന്ന ആംബുലൻസാ, സമയമില്ല. 12 മണിക്കാണെങ്കിൽ 12 മണി. അതെ അതെ, അതുപോലല്ലേ ബിൽബിൻ്റെ? തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പല പ്രാവശ്യം. ഇപ്പോൾ നവാസ്കറുടെ കാര്യം അത് പറയാൻ സത്യം. ഈ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണോ? വലിയ പ്രശ്നം തന്നെയാണ്. എനിക്കൊന്നും ഉറക്കമില്ല സത്യം പറഞ്ഞാൽ. അവർക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അത് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അതിപ്പോൾ ശീലമായിപ്പോയി. പിന്നെ നമ്മൾ ഓരോരോ വൈകാരികമായ തലത്തിലൂടെ പോണ കാരണമാണ് നമുക്ക് ഉറക്കമില്ലാതെ വരുന്നത്. ഒന്ന് വീഴുമ്പോൾ അറിയാം ആരൊക്കെ കൂടെ ഉണ്ടെന്നല്ലേ. അതെ, അത് വലിയൊരു പോയിൻ്റ്. അത് ചിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പക്ഷേ വീഴുമ്പോൾ അത് വലിയൊരു കാര്യം. അത് പലരും ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതാണ് മനസ്സിലാക്കണം നമ്മൾ. എല്ലാവരും പറയും ഞാൻ നിന്റെ ചങ്ക, എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ ഉണ്ട്, വീഴുമ്പോൾ അറിയാം. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ബിൽബിന്? എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോൾസൺ ബാസി ആ കൂട്ടുകെട്ടല്ലായിരുന്നു, പോൾസൺ ബാസി അറിയില്ലേ, ആ കൂട്ടുകെട്ടിലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ എത്തിപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയിലെത്തുന്നതാണുള്ള ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ ഇത്ര യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ഷിർദി സായി ക്രിയേഷൻസ് കേട്ടിട്ടില്ലേ, അവരുടെ ചിത്രം ബന്ധനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ആ വിക്കാർ പിള്ള എന്ന് പറഞ്ഞാൽ അവരുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് കൂത്താട്ടുകൊടുത്താണ്. അപ്പോൾ അവിടെ അവരുടെ മക്കൾക്ക് വേണ്ടി അവരൊരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങി, റോറിംഗ് ഫോർട്ടീസ് കൊച്ചിൻ എന്ന് പറഞ്ഞു. അത് വിജയശ്വാസം എന്ന് പറഞ്ഞ കൊറിയോഗ്രാഫറുടെ നേതൃത്വത്തിൽ പിള്ളസാറിൻ്റെ വൈഫ് രമചേച്ചിയാണ് നടത്തിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്ന് ഡാൻസ് പഠിക്കാനെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണം, മിമിക്രിയിൽ കയറണം, അതിനുവേണ്ടി ചെന്ന് അവിടെ ചെന്ന് ഇപ്പം ആദ്യം അവിടെ ഇച്ചിരി ആർട്ടും അവരുടെ പിള്ളേരുടെ ഡാൻസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവിടുത്തെ ഒരാളെപ്പോലായി. അത് തന്നെ നല്ല ഫുഡും, പിന്നെ നല്ല ഫുഡാ. അപ്പം നല്ല ഫുഡ്. അമ്മ ചക്കുരി വാങ്ങി നിന്നിട്ട് മടുത്തിട്ട് കപ്പളം വെട്ടി കളഞ്ഞിട്ടാ വീട്ടിലേക്ക് അല്ലേ, അല്ല ഇന്നും കപ്പളങ്ങാത്ത പറഞ്ഞല്ലേ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ നല്ല ഫുഡ്. ആ ചേച്ചി പിന്നെ ഒരു അമ്മേനെപ്പോലെ അങ്ങനെയായി. അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയായി. അങ്ങനെയൊക്കെയാണ് അത് ശരിക്കും പറഞ്ഞ മിമിക്രിയിലേക്ക് വന്നത്. ഇന്ന് ജീവിതത്തിന് പുറകോട്ട് ചിന്തിക്കും കിട്ടിയ ഓരോ അനുഭവങ്ങളും ഓരോ സ്കിറ്റുകളാക്കിയിട്ടുണ്ടോ? ചിലതൊക്കെ സ്കിറ്റുകളാക്കിയിട്ടുണ്ട്. ശരിക്കും അത് ഒരു വലിയൊരു സന്തോഷമല്ലേ അല്ലേ? അവനെ നമ്മൾ കഥാപാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ചില സാധനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഇവിടെ വെക്കും. എന്നിട്ടത് എവിടെയെങ്കിലും കിട്ടുമ്പോൾ സ്പോട്ടിലടിക്കും. എന്നിട്ടത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഈ ബിൽബിന്റെ പല കഥാപാത്രങ്ങളിലും കൂത്താട്ടുകുളം എന്ന നാടിന്റെ സംസാര ശൈലി ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഞങ്ങളുടെ നാടിൻ്റെയാണ് ബൈത്ത് കൂത്താട്ടുകുളം ബോൾസ്. ഞങ്ങളുടെയാണ് ഉണ്ടാർന്നു, ഇല്ലാർന്നു, നിന്നാർന്നു, പെയ്താർന്നു, വന്നാർന്നു, ആർന്നു എന്നുള്ള സാധനമില്ലേ, ഏർപ്പാടായിരുന്നു. ഞങ്ങൾ കൂത്താട്ടുകുളം പറയില്ല, കൂത്താളം വരെ പോയാർന്നു, ആർന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയാണോ കഴിച്ചാർന്നു വന്നാർന്നു? അങ്ങനെ കൊതങ്കലാവരി ഞങ്ങളുടെ ഇവിടെ ഭാഷ അത്. വന്നാർന്നു, മഴ പെയ്താർന്നു. ഇനി ഞാനിവിടെ വന്നപ്പോൾ നീടെ ഉണ്ടായിരുന്നു അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ട് കാരണന്മാരുടെ ഭാഷയൊക്കെ ഞാൻ എല്ലാ കാരണന്മാരുടെയൊക്കെ ഭാഷ എൻ്റെ മാനെ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മാനെ എന്റെ മാനെ ഒരുപാട് സ്കിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബിൽബിന്റെ ഇപ്പം ഒരുപാട് സ്കിറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീവേഷങ്ങളാണ് കിട്ടുന്നല്ലേ. അപ്പം സിനിമകളിലൊക്കെ ഒരു പോലീസ് വേഷം ഒരു കഥാപാത്രത്തിൽ കിട്ടിയ പിന്നെ നെടുനീള പോലീസ് വേഷമായിരിക്കും. ഷാജൻ ചേട്ടൻ അങ്ങനെ അവസ്ഥ പറ്റിയിട്ട് ഷാജന്റെ പ്രദേശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഷാജൻ ചേട്ടന് പണ്ട ഷൂട്ടൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് അരിച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ
വിളിക്കണ എല്ലാം പോലീസാന്ന് പറഞ്ഞു. അതാ ഇവരെല്ലാം നസീർ സംക്രാന്തിയൊക്കെ അവരൊക്കെ കളിയാക്കി കൊല്ലുകയും ചെയ്യുന്നു. ഷാജേട്ടനാ പറഞ്ഞ കരടി സിനിമയില്ലേ, അല്ല മറ്റേ കടുവ, അല്ല മണിച്ചേട്ടനെ യഥാർത്ഥ കരടി ആയിട്ട് അഭിനയിച്ചു. അത് ഏത് സിനിമയായിരുന്നു? അത് വെച്ചു ഇവരൊന്നും കളിയാക്കുമായിരുന്നു ഈ നസീർ സംക്രാന്തിയൊക്കെ. മെയിൻ വേഷം ചെയ്ത ആളാ നിൽക്കണേ ഷാജേട്ടൻ. നിങ്ങളുടെ ലൊക്കേഷനിലൊക്കെ സന്തോഷങ്ങൾ എങ്ങനെയാ? ഏതാ ഇപ്പം ഒരു ചിരി ബമ്പർ ചിരി എടുത്തു നോക്കിയാലും പോകുന്നു, സ്കിറ്റ് ചെയ്യുന്നു, ഒരു സന്തോഷം. ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതിൻ്റെത് അല്ല, നമ്മളിപ്പോൾ കലാകാരന്മാരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്നാണ്, നമ്മളിപ്പോൾ കൊച്ചിപ്പോൾ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്, 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടാണ്. പിന്നെ ഒരു ചോദ്യമുണ്ട്, ഇപ്പം ഇല്ല അല്ലേ? ഇത് വലിയൊരു ചോദ്യം ഇതല്ലേ? ചോദ്യം അത് നമ്മളെ കാണുമ്പോൾ 2 ദിവസം കണ്ടിട്ട് വന്നിട്ട് ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ, സ്കിറ്റ് കണ്ടിട്ട് ഇറങ്ങിയിട്ട് മന്ന വഴിയായിരിക്കും കാണുന്നത്. എന്നിട്ട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇല്ലടാ പരിപാടിയില്ല, നിർത്താ, കാണാനില്ല. അന്നേരം ഞാൻ പറയുന്നത് പരിപാടിയൊന്നും ഇല്ല, ഇപ്പോൾ പെയിൻറ്റിങ്ങിനൊക്കെ പണിക്കൊക്കെ പോകുന്നുണ്ടോ, ഇപ്പോൾ കണ്ടിട്ട് വന്നോ, അപ്പോൾ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അറിയാം. അതിപ്പോൾ എന്നാലും എല്ലാ നാട്ടിലുള്ള. അപ്പോൾ ലാലു അലക്സ് സാറ് ഞങ്ങൾ പിറവംകാരാണ്, പിറവത്താണ്, അത്രൂ സീനിയറുള്ള ആളാണ്. അതെ, അവിടെ നാട്ടിലൊരു വലിയ സംഭവമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലുള്ളൊരു സംഭവമാണ്. നാട്ടിലെ കലാകാരന് അങ്ങനെ ഒരു ഇത് കിട്ടില്ല. ഞാനത് ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുമില്ല കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ബിൽബിൻ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല.